അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ദിവസത്തെ മാജിക് പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട് നിങ്ങളുടെ 2 ദിവസങ്ങൾ? നമ്മൾ കുറച്ച് ദിവസമായിട്ട് കൃതജ്ഞതയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണത്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ പോകുന്നുണ്ട്? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണോ? സന്തോഷമുള്ളൊരവസ്ഥയാണോ? ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു മനോഭാവം മാറാൻ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ അനുഗ്രഹങ്ങളെയൊക്കെ എണ്ണാൻ തുടങ്ങിയപ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ബ്ലെസ്സിങ്സിനെയൊക്കെ കൗണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിലുള്ള വരദാനങ്ങളെ നമ്മളൊരു വാല്യൂ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും മാറുകയും ആ കാർമ്മികങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ ജീവിതം നമുക്ക് അനുകൂലമായിട്ട് മാറുന്നത് നമുക്ക് ഓരോ ദിവസം കഴിയും തോറും കാണാൻ പറ്റും. അപ്പം നമ്മളുടെ അനുഗ്രഹങ്ങളെ നമ്മൾ വിലമതിക്കാൻ തുടങ്ങുമ്പോൾ, ഈ ഒരു പ്രാക്ടീസ് നമ്മൾ 28 ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നമ്മുടെ ലൈഫിനെ മാന്ത്രികമായിട്ട് മാറ്റാനായിട്ട് ഈ ഒരു ചെറിയ കാര്യത്തിന് പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ നന്മകളെ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതിൽ നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറുമ്പോൾ ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പെരുകണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾ വിചാരിക്കണമെന്ന് നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാശേ ഉള്ളൂ, പക്ഷെ ആ കുറച്ച് കാശിനോട് നിങ്ങൾ നന്ദി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഒത്തിരി അധികം ക്യാഷ് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എവറി ഡേ ഈ ഒരു കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാന്ത്രിക ബന്ധങ്ങളെ പറ്റിയാണ്. പലപ്പോഴും നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ റിലേഷൻഷിപ്പാണ് ഏറ്റവും വലിയ ആൾബലമാണ്, വലിയ ബലം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴും നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരും എന്നെ സഹായിക്കാനില്ല, എൻ്റെ ചുമതലകളൊക്കെ ഇങ്ങനെ പെരുകി വരിക. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ ജീവിതത്തെ തന്നെ നമ്മൾ പോലും കാണാത്ത അത്ര ബുദ്ധിമുട്ടിലേക്ക് നമ്മളൊക്കെ ആ ചിന്ത കൊണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാണ്, നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയുമോ? ഈ ഒരു ഭൂമിയിൽ ഒരേ ഒരു മനുഷ്യൻ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ല എന്നും നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു നല്ല പെയിൻറ്ററാണ്, നല്ല അധികം അത്രയും മഹത്തായിട്ടുള്ള പെയിൻറ്റിങ്സ് സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾ അത്ര അധികം സൃഷ്ടിച്ചിട്ടുണ്ട്, ഒത്തിരി അധികം പെയിൻറ്റിങ്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്സ് എല്ലാം കാണാനായിട്ട്, അതിൻ്റെ ഒരു അഭിപ്രായം പറയാനായിട്ട് ഒരാളില്ലെങ്കിൽ നിങ്ങൾ അത്രയും നല്ല ഒരു സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരാൾക്ക് ഒന്നും കാണാൻ പറ്റില്ല, ഒരാൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനില്ല. നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മുടെ ലൈഫിൽ നമ്മൾ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്, നല്ല മനോഹരമായിട്ട് നമ്മൾ പാടും. പക്ഷേ ഈ പാട്ട് കേൾക്കാനായിട്ട് ആരും ഇല്ലെങ്കിൽ നമ്മൾ പാട്ട് പാടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ബന്ധങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾക്ക് സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങൾ വേണം. നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് നമ്മളുടെ ബന്ധങ്ങളും ആ മെമ്മറീസുമാണ് നമ്മളുടെ ജീവിതത്തിന് അർത്ഥവും ആനന്ദവും ലക്ഷ്യവും ഒക്കെ നൽകുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള നല്ല ബന്ധങ്ങളെ നമ്മളെപ്പോഴും മറ്റെന്തിനേക്കാൾ വിലമതിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആ ഒരു സ്വപ്ന തുല്യമായ ഒരു ജീവിതം നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ആൾക്കാരോടും നമ്മൾ എന്ത് ചെയ്യണം? നല്ല പെരുമാറ്റം നമ്മൾ കാഴ്ചവെക്കണം. നമ്മൾ എങ്ങനെയാണോ ഒരാൾ നമ്മളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള രീതിയിലേക്ക് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാൻ തുടങ്ങുമ്പോൾ ആ ശക്തമായ ആ പെരുമാറ്റ രീതി വഴി നമ്മളിലേക്കും സെയിം സാധനം തന്നെ, സെയിം എക്സ്പീരിയൻസ് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചില ആളുകളൊക്കെ വളരെ മോശമായിട്ടൊക്കെ പെരുമാറുമ്പോൾ എനിക്ക് വിഷമമൊക്കെ വന്നിട്ട് ഞാൻ വീട്ടിലിരുന്നിട്ട് വിഷമിച്ചിട്ടൊക്കെ ഉള്ള കാലമുണ്ട്. പക്ഷേ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ എന്നിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വന്ന വ്യത്യാസം എന്താണെന്നറിയുമോ? എവിടെ പോയാലും ആളുകൾ വളരെ നന്നായിട്ട് പെരുമാറുന്നതും നല്ല നല്ല അനുഭവങ്ങളും വരുന്നത് എനിക്കിപ്പോൾ വൗച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു മിററാണ്.
ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ കാണുന്നത് വേറൊരാളെ പറ്റി അത് എന്നിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു നോളജ് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരിലേക്കും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഒരു അനുകൂല ഭാവം കൊടുക്കാൻ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു മാറ്റം എൻ്റെ ഉള്ളിൽ വരികയും ഓരോ ആൾക്കാരെ പറ്റി നല്ല ചിന്ത, നല്ല വാക്കുകൾ അങ്ങനെയൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ ഓരോ ബന്ധങ്ങളിലും നല്ല ഊഷ്മളത കൊണ്ടുവരാൻ പറ്റി. അവരെ പറ്റി പരാതി പറയണത്, അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കണത്, ഇവയൊക്കെ ഞാൻ എന്ത് ചെയ്തു? കുറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ ആ നന്മയെ, അവരുടെ സ്വർണത്തെ, അവരുടെ ആ സ്വർണത്തെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുഴിക്കാൻ തുടങ്ങിയപ്പോൾ അത് കൂടുതൽ കൂടുതൽ കൂടാൻ തുടങ്ങി. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം? ഓരോ പരാതിക്ക് പകരം അവരുടെ അനുഗ്രഹങ്ങൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ എത്ര തകർന്ന റിലേഷൻഷിപ്പാണെങ്കിലും ആ റിലേഷൻഷിപ്പിനെ നമ്മൾക്ക് നന്നായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നമ്മൾ ഈ മാന്ത്രിക ബന്ധങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മളുടെ കൃതജ്ഞത കൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കാനും നമ്മളുടെ ആ ഒരു ബന്ധത്തെ ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം. അവരുടെ നന്മയ്ക്ക് നമ്മൾ കൃതജ്ഞത പറയണം. അത് നല്ല ഒച്ചയെ തന്നെ പറയണം. കാരണം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അതൊരു പുതിയ ഒരു കൽപ്പനയാവണം. അപ്പോൾ ആ ഒരു കൽപ്പന നമ്മളിലേക്ക് വരുമ്പോൾ അവന് മനസ്സിലാവും, എൻ്റെ പങ്കാളി എൻ്റെ അനുഗ്രഹമാണ്, എൻ്റെ പങ്കാളി എൻ്റെ ശക്തിയാണ്, നമ്മൾക്ക് എന്തൊക്കെ എൻ്റെ മക്കൾ എൻ്റെ ബ്ലെസ്സിങ് ആണ്. അങ്ങനെ നമ്മൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബ്ലെസ്സിങ് ആണ്. നമ്മൾ ആ കാഴ്ചയുണ്ടല്ലോ നമ്മളൊന്ന് മാറ്റിയിട്ട് നമ്മൾ ആ പുതിയ കാഴ്ചയിലേക്ക് നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ ലൈഫ് മാറും. അപ്പം നമ്മളുടെ ബന്ധങ്ങൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ബേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്ക് അവരുടെ നന്മയെ കാണുന്നൊരു സ്വഭാവം ഉണ്ടാക്കണം. ഓരോ ആൾക്കാരോടും നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ക്ഷമയും ദയയും സഹാനുഭൂതിയും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവരെ നല്ല രീതിയിൽ കാണാൻ തുടങ്ങണം. നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ അവരെ കാണാൻ തുടങ്ങണം. അവരെ പറ്റി പരാതി പറയരുത്, അവരെ പറ്റി നല്ലത് നമ്മൾ പറയാൻ തുടങ്ങണം. അപ്പോൾ ആ നല്ല കാര്യങ്ങൾ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങും തോറും അതിങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ ഒരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് തോൺടൻ വെൽഡർ എന്നാണ്. അദ്ദേഹം എന്താ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നിധികളെപ്പറ്റി നമ്മുടെ ഹൃദയങ്ങൾ ബോധത്തോടെ ഇരിക്കുന്ന ആ നിമിഷങ്ങളിൽ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണത് എന്താ? നമ്മളുടെ ഈ നിധിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതൊക്കെ വേദനകളാണ്. ആ വേദനകൾ പേറി പേറി ജീവിക്കുന്നതോറും നമുക്ക് എന്ത് വരും? വല്ല ക്യാൻസർ വരും, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമോ അവയൊക്കെ നമുക്ക് നേടാൻ പറ്റും. പക്ഷെ നമ്മുടെ നല്ല മെമ്മറീസിനെ നമ്മളൊരു നിധിയായിട്ട് സൂക്ഷിക്കുകയും അതിനെ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അതുമായിട്ട് ചേർന്നിട്ടുള്ള അനുഗ്രഹകരമായിട്ടുള്ള മൊമെൻറ്റ്സ് വരും. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് എത്ര നല്ല മനുഷ്യരാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഓരോ ദിവസവും ജീവിക്കാൻ നമുക്കൊരു പ്രചോദനം തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. അപ്പം നമ്മൾ ആ ഒരു വാക്കുകളെ അത്രയും നമ്മളുടെ ജീവിതത്തിനെ ശക്തിപ്പെടുത്തുന്ന ലെവലിലേക്ക്, അതിനെ ഉപയോഗിക്കുന്ന ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. അപ്പോൾ ഏതൊരു മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഭാര്യ ആവട്ടെ, നമ്മളുടെ അച്ഛനും അമ്മയും ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മക്കളാവട്ടെ, അവരൊക്കെ വളരെ യുണീക്കായിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പം അവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ പെരുമാറണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ആരായിട്ടാണോ അവർ വന്നേക്കണേ അവരങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾക്ക് അവരെ കുറേ കൂടി ഉൾക്കൊള്ളാനും അവരെ കൂടുതൽ സ്നേഹിക്കാനും അവരെ കൂടുതൽ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ആ ഒരു ശീലം നമ്മൾ ഏത് ബന്ധത്തിലും നമ്മൾ അവരായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് പോകുമ്പോഴുണ്ടല്ലോ അവർക്ക് നമ്മളെ ഇഷ്ടമാവാൻ തുടങ്ങി. ഈ ഒരു ചേഞ്ചസ് വരുമ്പോൾ തന്നെ പല റിലേഷൻഷിപ്പും ഒരു നല്ല റിലേഷൻഷിപ്പായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ പല ആൾക്കാരും ചെയ്യണത് എന്താണെന്നറിയുമ്പോൾ വളരെ ഫേക്കായിട്ട് ജീവിക്കും. കാര്യം എന്താ? ഇല്ലാത്ത ഒരു കാര്യമൊക്കെ നമ്മൾ പ്രേമിച്ചൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മളില്ലാത്ത ബ്രാൻഡഡ് ഷർട്ട് മേടിക്കും, ചിലപ്പോൾ കൂട്ടുകാരൻ്റെ നല്ല ബ്രാൻഡായിട്ടുള്ള നല്ല കാറ് മേടിച്ചിട്ട് നമ്മൾ ഓടിച്ച് അവരുടെ അടുത്ത് ചെല്ലും. ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യണേ? നമ്മൾ ഷോ ഓഫ് കാണിക്കുവാണ്.
കാരണം എന്താ, സത്യത്തിൽ നമുക്കൊന്നുമില്ല, നമുക്ക് അറിയുകയും ചെയ്യാം. എങ്കിലും നമ്മളൊരു ഫേക്കായിട്ടൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഞാൻ റിച്ചാണ്, എനിക്കെല്ലാം ഉണ്ട്, ആ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. പക്ഷേ ഈ ഒരു ക്രിയേഷൻ നടത്തി നമ്മൾ അവരുടെ മുമ്പിൽ നല്ലൊരു പേരൊക്കെ ഉണ്ടാക്കി, ഒരു പുതിയൊരു ഐഡൻറ്റിറ്റി നമ്മളുണ്ടാക്കി. പക്ഷേ ഈ ഒരു ഐഡൻറ്റിറ്റിയിൽ നമ്മൾ മുന്നോട്ട് പോയി ഏതെങ്കിലും ഒരു ദിവസം നമ്മളുടെ സത്യം നമ്മളെ ആ ഒരു ഇഷ്ടപ്പെടുന്ന ആ പെങ്കൊച്ച് ഐഡൻറ്റിഫൈ ചെയ്യും. കാരണം എന്താ, ഇവൻ കാണിക്കുന്നത് മുഴുവൻ കള്ളത്തരാണ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് എന്തായിട്ട് മാറും, അത് കൊളാപ്സ് ചെയ്യും. അപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾക്ക് റിയലായിട്ട് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫേക്ക് ആവാതെ നമ്മൾ എന്താണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മൾക്ക് വേണ്ടത് ആ ഒരു ഡ്രീം കാറാണെങ്കിൽ ആ കാറ് നമ്മൾക്ക് കിട്ടിയതായിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മളേക്ക് അത് അട്രാക്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം റിയലായിട്ട് ജീവിക്കാൻ നോക്കുക. അപ്പം നമ്മളുടെ ലൈഫിൽ ശരിക്കും ഒരു പ്രശ്നമില്ലാതെ നമ്മളായിട്ട് തന്നെ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഒത്തിരി വ്യത്യാസം വരും. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ബന്ധങ്ങൾ വരുമ്പോൾ അതെപ്പോഴും നമ്മൾ പാലിക്കുക. എഗെയിൻ നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് നോക്കണത് എങ്ങനെ റിലേഷൻഷിപ്പിനെ ഏറ്റവും ഒരു അബണ്ടൻസിലേക്ക് കൊണ്ടുപോകാമെന്നാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഏറ്റവും അടുത്തൊരു 3 ബന്ധങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഭാര്യയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ മകനായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനാവാം, അല്ലെങ്കിൽ അമ്മയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് പങ്കാളിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരിയോ സഹോദരനോ ആവാം, ആരെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മുമ്മയാവാം, അമ്മാവനാവാം. ആര് വേണമെങ്കിലും നിങ്ങൾക്ക് ആരാണോ പ്രധാനപ്പെട്ടതെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന 3 ആൾക്കാരെ എടുക്കുക. ആ ആൾക്കാരുടെ 3 ഫോട്ടോ നിങ്ങൾ കയ്യിലെടുക്കണം. കാര്യം ചിലപ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടാവില്ല, അപ്പോൾ അവർ ഫോട്ടോ എടുക്കുക. എപ്പോഴും ഈ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ വ്യക്തി തനിച്ചുള്ളൊരു ഫോട്ടോ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വേണമെങ്കിൽ നിങ്ങളും അവരും കൂടി ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാജിക് പ്രാക്ടീസിലേക്ക് പോവുകയാണ്. അന്നേരം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ആദ്യം എടുക്കുക. ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എഴുതണം, ആ ആളെ പറ്റി ഇങ്ങനെ ചിന്തിക്കണം. ആ ഫോട്ടോ കയ്യിൽ വെച്ചിട്ട് ഈ ആളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ഞാൻ ഇയാളെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ ഏറ്റവും മികച്ച ഗുണം ഞാൻ കാണുന്നത് എന്തൊക്കെയാണ്, അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഒരു എന്നോടുള്ള അവരെന്തൊക്കെ കാര്യങ്ങളാണ്, എന്നോട് അവരെന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്നെ എങ്ങനെയൊക്കെ ഒരു കെയർ ചെയ്യാനുണ്ട്, എനിക്ക് വേണ്ടി അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു നോളജ് എങ്ങനെയുണ്ട്, അവരുടെ ചിരി, എൻ്റെ അടുത്ത് വരുമ്പോൾ ആ ചിരി, അവരുടെ ഓരോ കാര്യങ്ങളും നിങ്ങളിങ്ങനെ ആലോചിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അവരുടെ ആ ഒരു നല്ല ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് അവരോട് ഒത്തിരി സന്തോഷം തോന്നാൻ തുടങ്ങും. അതിന് നിങ്ങൾക്ക് നന്ദി പറയാം. അപ്പം നിങ്ങൾ ആ വ്യക്തിയായിട്ട് നന്ദിയോടെ കാണുന്ന കാര്യങ്ങൾ ചിന്തിച്ച് സമയം ചെലവഴിച്ച ശേഷം അവരുടെ ചിത്രം നിങ്ങളുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഒരു പേനയും ഒരു നോട്ട്ബുക്കും എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ആളുടെ 5 കാര്യങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. അത് ഈ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാചകവും നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ അതിന് നന്ദി എന്ന് പറയണം. നിങ്ങൾ പറയുകയാണ്, എൻ്റെ ഓരോ പരീക്ഷകളിലും നന്ദി അമ്മ, അമ്മയാണ് എനിക്ക് എന്നും എൻ്റെ കോളേജാവട്ടെ സ്കൂളാവട്ടെ ആ ഒരു പഠനകാലത്തിലൊക്കെ എന്നെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മയാണ്. ഞാൻ എൻ്റെ അമ്മയോട് എന്നെ ഇത്രയധികം ശക്തിപ്പെടുത്തിയതിന്, സഹായിച്ചതിന്, എൻ്റെ കൂടെ എന്നും തുണയായി ഉണ്ടായതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. നന്ദി അമ്മ, നന്ദി. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഓരോ ആൾക്കാരുടെയും പേര് പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഇപ്പം നമ്മുടെ ഒരു ബിസിനസ് പാർട്ണറായിരിക്കും, അപ്പോൾ നമ്മൾ പറയുകയാണ്, നന്ദി ജേക്കബ്, നിങ്ങൾ നല്ലൊരു പങ്കാളിയായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണതിന്, എനിക്ക് നിങ്ങൾ കാരണം എൻ്റെ ബിസിനസ് ഇത്രയധികം ഇൻകം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയതിന്, എനിക്കൊരു പുതിയ ഒരു ഐഡൻറ്റിറ്റി തന്നതിന്, ഇന്നും നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യണതിന്, നിങ്ങൾ എൻ്റെ കൂടെ വിശ്വസ്തമായിട്ട് നിലകൊള്ളുന്നതിന്, എൻ്റെ ബിസിനസ് ഇത്രയും ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്, എൻ്റെ ലൈഫിലെ ഒരു പില്ലറായിട്ട് നിലനിൽക്കുന്നതിന് നന്ദി, നന്ദി ജേക്കബ്. അങ്ങനെ നമ്മൾക്ക് എന്തു വേണമെങ്കിലും ആരെ വെച്ച് വേണമെങ്കിലും അവരുടെ ഒരു 5 കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുക.
തുടങ്ങുമ്പോൾ നന്ദി പറയുക, അവസാനിക്കുമ്പോഴും നന്ദി പറയുക. അങ്ങനെ 3 പേർക്ക് നമ്മൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുക, അവരുടെ ഫോട്ടോയിൽ നോക്കി ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ കാര്യം പറയുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുക. കാര്യം ഓരോ 3 അടുത്ത ബന്ധങ്ങളുള്ള ആൾക്കാരെ ഈ 3 പേരുടെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത സമയത്ത് അടുത്ത ആൾക്കാരെ അങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പം അതാണ് നമ്മൾ ഇന്ന് ബന്ധങ്ങൾ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പ്രാക്ടീസുകളൊക്കെ വർക്ക് ചെയ്യണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് എന്നുള്ള റോണ്ട ബെന്നിൻ്റെ ബുക്കുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 28 ദിവസത്തെ പ്രാക്ടീസുകൾ ശരിക്കും വർക്ക് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് മാന്ത്രികം എന്ന ബുക്ക് സീക്രട്ടിൻ്റെ ഓതറാണ്. അപ്പോൾ സീക്രട്ടും നിങ്ങൾക്ക് വാങ്ങാം, മാന്ത്രികം എന്ന ബുക്കും നിങ്ങൾക്ക് വാങ്ങാം. എന്നിട്ട് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. അതിൻ്റെ 3-ാം ദിവസം എന്താണ് പറയണമെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആ ബുക്കുകൾ വായിച്ചിട്ട് തന്നെ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും ബുക്കുകളിലൊക്കെ കുറച്ച് കാശ് മുടക്കുന്നത് എപ്പോഴും നമ്മളുടെ ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ടത് വാങ്ങാനും നിങ്ങൾ മറക്കണ്ട. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു ബുക്കുണ്ട്, ശുഭചിന്ത നൽകിയ വിസ്മയം എന്ന് പറഞ്ഞ ബുക്ക്. ആ ബുക്ക് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വാങ്ങാം. അതിൽ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാം, എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് വെൽത്തിലായാലും റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലിങ്കൊക്കെ കൊണ്ടുവന്ന് തരാം കേട്ടോ. അപ്പോൾ അതും ചെയ്യാം. അപ്പം നമ്മളുടെ റെഗുലർ പ്രാക്ടീസ് നമ്മൾ മറക്കരുത്. നമ്മളുടെ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഓരോ ദിവസവും ചെയ്യണ പോലെ 10 അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എഴുതുക. ഓരോ അനുഗ്രഹങ്ങൾ അത് 28 ദിവസം നമ്മൾ അതിലൊരു വ്യത്യാസവും വരുത്തണില്ല. അപ്പോൾ ആ 10 അനുഗ്രഹങ്ങൾ എഴുതിയിട്ട് ഓരോ അനുഗ്രഹത്തിൻ്റെ ഒടുവിലായിട്ട് നന്ദി 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 എന്ന് പറയുക. അതായത് ഇന്ന് നമ്മൾക്ക് ഈ ഒരു പ്രഭാതം കാണാൻ കഴിഞ്ഞതിന് നന്ദി നന്ദി നന്ദി. എന്നെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രപഞ്ചത്തിന് നന്ദി നന്ദി നന്ദി. എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ എന്നും ശക്തിപ്പെടുത്തുന്ന എൻ്റെ ഫാമിലിക്ക് നന്ദി നന്ദി നന്ദി. എൻ്റെ പങ്കാളിക്ക്, എന്നെ എന്നും കരുതുന്ന, എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ എന്നും എന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പങ്കാളിക്ക് നന്ദി നന്ദി നന്ദി. അങ്ങനെ നമ്മൾക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അവയൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസവും നമ്മൾക്ക് ഇന്ന് കിട്ടിയ ഭക്ഷണത്തിന്, അത് പാകം ചെയ്ത അമ്മയ്ക്കാവാം, അല്ലെങ്കിൽ നമ്മളുടെ മെയ്ഡിനാവാം, നമ്മളുടെ പങ്കാളിക്കാവാം, അല്ലെങ്കിൽ നമ്മൾക്ക് ആരാണോ നമ്മൾക്ക് അത്രയും നല്ല ഭക്ഷണമൊക്കെ ഇന്ന് തന്നെ അവർക്ക് നമ്മൾക്ക് നന്ദി 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 എന്ന് പറയാം. എഗെയിൻ നമ്മുടെ ആരോഗ്യത്തിനാവാം. നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദുഃഖാവസ്ഥയിൽ പോയപ്പോൾ നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്ത ആ ഒരു ഡോക്ടറാവാം, അദ്ദേഹത്തിന് നന്ദി 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 എന്ന് പറയാം. നമ്മളുടെയൊക്കെ ഓരോ ദിവസവും നമ്മൾ ആലോചിക്കുമ്പോൾ ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ, ഒത്തിരി ആൾക്കാരുടെ മാന്ത്രിക സ്പർശമാണ് നമ്മളുടെ ജീവിതത്തെ ഓരോ ദിവസവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അവർക്ക് നന്ദി പറയാതെ നമ്മളുടെ ജീവിതം കിടന്ന് ഉറങ്ങാൻ പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണമുണ്ടാവില്ല നമുക്ക്. അപ്പോൾ ആ ദിവസം തന്നെ അവർക്ക് നന്ദി പറഞ്ഞ് 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 അവരെ ബ്ലസ് ചെയ്ത് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളിലേക്കും ബ്ലെസ്സിങ്സ് കൂടി കൂടി വരും. അപ്പോൾ അതുകൊണ്ട് 10 അനുഗ്രഹങ്ങൾ എഴുതുക, എന്നിട്ട് എല്ലാത്തിനും നന്ദി നന്ദി പറയുക. എഗെയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടേ, കിടന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു 3 പേരുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ നന്ദി നന്ദി പറഞ്ഞു, അവരുടെ 5 കാര്യങ്ങൾ ബേസ് ചെയ്തു. ഇനി ഏറ്റവും അവസാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ, കാര്യം നിങ്ങൾ ഈ ഫോട്ടോയൊക്കെ വെക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ ഫോട്ടോ എപ്പോഴും നിങ്ങൾക്കൊപ്പം സൂക്ഷിക്കുക. ഈ ഒരു ഫോട്ടോ എപ്പോഴും കാണുന്ന ലെവലിലേക്ക് നിങ്ങൾ വെക്കുക. കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലും ഇന്ന് നിങ്ങൾ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് നന്ദി പ്രകാശിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് വളരെ നല്ല രീതിയിലേക്കുള്ള ഒരു മാനസിക അടുപ്പം വരികയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും അടിപൊളിയാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ എടുത്തതുപോലെ തന്നെ ആ മാന്ത്രിക കല്ലെടുക്കുക. ആ കല്ലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ദിവസം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ നല്ല കാര്യങ്ങളെക്കുറിച്ചും നമ്മളിങ്ങനെ ഒരു സിനിമ കാണുന്ന പോലെ തന്നെ ഒന്ന് റീപ്ലേ കാണുക. ആ റീപ്ലേ കണ്ടിട്ട് എന്ത് ചെയ്യുക, മാന്ത്രിക വാക്കായ ഏറ്റവും അതിനെല്ലാം നന്ദി 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 എന്ന് പറയാം. അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിനും നന്ദി പറഞ്ഞ് ഏറ്റവും ആ വലിയൊരു കാര്യത്തിനും കൂടി പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് കിടന്നുറങ്ങുക. അപ്പം നമുക്ക് വീണ്ടും
ഈ ഒരു മാജിക് പ്രാക്ടീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് കുറച്ചെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആ പരാതി പറയുന്ന സ്വഭാവത്തിൽ നിന്ന് ഒരു കൃതജ്ഞതയുടെ ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങളെ മാറ്റണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊരു നന്ദി പറയുക. നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ഇമോഷൻ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നാളെ പുതിയൊരു പ്രാക്ടീസുമായിട്ട് കാണാം. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണതിന്, സപ്പോർട്ട് ചെയ്യണതിന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും കാണാം. താങ്ക് യു.